Friends, the rise in NDA support is being driven by the youngsters, women, first-time voters and professionals of Kerala. Seeing the NDA, they are saying even people like us have a place in politics. UDF and LDF has given very uninspiring leadership to the state. Look at Thiruvananthapuram and surrounding areas. You have a minister who was supposed to help temples, but he was one of the masterminds to shower lathis on devotees in Sabarimala. Disproportionate assets, disrespect towards women, destroying public property, this is what local UDF, LDF, MLA are doing. When the leadership is such, people will feel unhappy and disconnected from politics. സുഹൃത്തുക്കളെ, ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ള ഈ ജനമുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്നത് ചെറുപ്പക്കാരുടെ പിന്തുണയാണ്. ഈ ജനമുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്നത് സ്ത്രീകളുടെ പിന്തുണയാണ്, കന്നി വോട്ടർമാരുടെ പിന്തുണയാണ്, പ്രൊഫഷണലുകളുടെ പിന്തുണയാണ്. അവരെല്ലാവരും പറയുന്നത്, അവരോരോരുത്തരും പറയുന്നത്, ഞങ്ങളെപ്പോലെയുള്ളവർക്കും രാഷ്ട്രീയ രംഗത്ത്, രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തെ കണ്ടുകൊണ്ട് അവർ പറയുന്നു. ഇടതുപക്ഷവും UDFും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒട്ടും ആവേശം പകരുന്ന ഒരു നേതൃത്വമല്ല നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ സ്ഥിതി നോക്കൂ. നമ്മുടെ ഒരു മന്ത്രിയുണ്ട്, അദ്ദേഹത്തിന്റെ ചുമതല ഈ നാട്ടിലെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ചുമതലയാണ്. പക്ഷേ ശബരിമലയിൽ അയ്യപ്പ വിശ്വാസികളെ ലാത്തി കൊണ്ട് നേരിടുന്നതിന് നേതൃത്വം നൽകിയ ബുദ്ധികേന്ദ്രങ്ങളിലൊന്ന് ഈ മന്ത്രിയായിരുന്നു. മാത്രമല്ല, ബാക്കിയുള്ള MLAമാരുടെ സ്ഥിതി എന്താ? വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച MLAമാർ, സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമങ്ങൾ കാണിച്ച MLAമാർ, പൊതുമുതൽ നശിപ്പിക്കുന്ന MLAമാർ, ഇതാണ് LDFന്റെയും UDFന്റെയും MLAമാരുടെ ചെയ്തികൾ. സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ അവർ അസംതൃപ്തരാകുന്നതിൽ അത്ഭുതമില്ല. അവർ രാഷ്ട്രീയത്തോട് തന്നെ പരിപൂർണമായും വിട പറയുന്നതിൽ അത്ഭുതമില്ല. Friends, let me give you a small example of how the opposition treats professionals and how the NDA does. Congress is such a shameless party that they will sacrifice any hard-working person on the altar of factional politics. Many years ago, in the battle between the I faction and A faction, the career of a patriotic scientist, Nambi Narayan, was destroyed. That is why, even though they do try, not many professionals relate with UDF. In NDA, see the place of pride Metroman Sridharan has got. Today, he is emerging as an inspiration for so many professionals.
In his career, he did so much for India. Now, he wants to give back to Kerala. സുഹൃത്തുക്കളെ, ഈ പ്രതിപക്ഷം എങ്ങനെ പ്രൊഫഷണലുകളെ അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, NDAയുടെ ബന്ധം എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറയാം. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കഠിനാധ്വാനിയായിട്ടുള്ള ഏത് വ്യക്തിയെയും അവരുടെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ബലിയാടാക്കാൻ മടിക്കാത്തവരാണ്. കുറെ വർഷങ്ങൾക്ക് മുൻപേ ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും തമ്മിലുള്ള തർക്കത്തിൽ നമ്പിനാരായണൻ എന്ന ദേശസ്നേഹിയായിട്ടുള്ള ശാസ്ത്രജ്ഞൻ, ആ ശാസ്ത്രജ്ഞന്റെ അദ്ദേഹത്തിന്റെ കരിയർ, അദ്ദേഹത്തിന്റെ ശാസ്ത്ര ജീവിതം തന്നെ പരിപൂർണമായും അവർ അവസാനിപ്പിച്ചു. അതുകൊണ്ടാണ് അവരെത്ര ശ്രമിച്ചാലും അധികമൊന്നും പ്രൊഫഷണലുകൾ UDFിനോടൊപ്പം ചേരാത്തത്. എന്നാൽ NDAയുടെ കാര്യമല്ല. NDAയിൽ മെട്രോമാൻ ശ്രീധരൻ, അദ്ദേഹത്തെ ഏത് തരത്തിലാണ് NDA ബഹുമാനിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം ഇന്ന് രാജ്യമെമ്പാടുമുള്ള പ്രൊഫഷണലുകൾക്ക് പ്രേരണയായി മാറിയിരിക്കുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ധാരാളം സംഭാവനകൾ നൽകി. ഇന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു അതേപോലെ കേരളത്തിന് അദ്ദേഹത്തിന്റെ കഴിവുകൾ സമർപ്പിക്കണം എന്ന്. Friends, under NDA, there is a total hartal on governance in Kerala. The people here are talented and hardworking, but the LDF government has failed to show any forward-looking vision to solve their problems. The Kerala government neither has innovative development initiative, nor does it spend resources allotted by the center for the welfare of the people. This is happening in many sectors, including health, infrastructure, road construction, disaster management, and more. Even works happening due to multilateral frameworks are not taken seriously. സുഹൃത്തുക്കളെ, കേരളത്തിൽ സമ്പൂർണ്ണ ഹർത്താലാണ്. ഭരണത്തിനൊരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിൽ. കേരളത്തിലെ ജനങ്ങൾ കഴിവുള്ളവരാണ്, കഠിനാധ്വാനികളാണ്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾക്ക് മുന്നിൽ പുരോഗമന വീക്ഷണമുള്ള ആശയം, അങ്ങനെയുള്ള മുന്നോട്ടേക്കുള്ള വഴി, ആ വഴി അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ സർക്കാർ വികസനത്തിന്റെ പുതിയ മാതൃകകൾ കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, കേന്ദ്ര സർക്കാർ നൽകുന്ന സംസ്ഥാനത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നൽകുന്ന സഹായം പോലും വേണ്ട തരത്തിൽ വിനിയോഗിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. വിവിധ മേഖലകളിൽ, ആരോഗ്യ മേഖലയിലെ സ്ഥിതി, പശ്ചാത്തല വികസനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ, അതുമാത്രമല്ല ദുരന്ത നിവാരണത്തിന്റെ മേഖലയിൽ, അങ്ങനെ നിരവധി മേഖലകളിൽ, ആ മേഖലകളിലൊക്കെ കേന്ദ്രം നൽകുന്ന സഹായം, ആ സഹായം വേണ്ട തരത്തിൽ വിനിയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. Friends, Thiruvananthapuram is a fast-growing urban center. In fact, entire Kerala's urban population is rapidly rising. For the work hours LDF and EDF
this as a challenge. But we see this as an opportunity. Rapid urbanization means there is a necessity for rapid urban transformation, which we are doing. To start with, we have addressed the challenge of poor housing facilities through PM Awas Yojana. This initiative has ensured sanction of 1.11 crore affordable housing in urban areas across India. These houses which are being built are in line with local requirements. Through the Jal Jeevan Mission, we are working to ensure tap water connection to the houses. I am sad to share that the attitude of the Kerala government towards this initiative is not positive. That is why it is important for Kerala to have a NDA government. സുഹൃത്തുക്കളെ, തിരുവനന്തപുരം അതിവേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരപ്രദേശമാണ്. വാസ്തവത്തിൽ കേരളത്തിലെ നഗര ജനസംഖ്യ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പണിയും എടുക്കാൻ താല്പര്യമില്ലാത്ത UDF-ഉം LDF-ഉം ഇതവർക്ക് അവരുടെ മുന്നിൽ ഒരു തീറാമുട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യം ഈ വെല്ലുവിളി ഒരവസരമായിട്ട് കാണുകയാണ്. വാസ്തവത്തിൽ അതിവേഗമുള്ള നഗരവൽക്കരണം, ആ നഗരവൽക്കരണം ആവശ്യപ്പെടുന്നത് നഗരമേഖലകളിൽ പുതിയ സൗകര്യങ്ങൾ, അതിനുവേണ്ടിയിട്ടുള്ള പരിവർത്തനം, ആ പരിവർത്തനമാണ് ആവശ്യപ്പെടുന്നത്. അതാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് നഗരങ്ങളിലെ താരതമ്യേന മോശമായിട്ടുള്ള താമസ സൗകര്യങ്ങളുടെ വ്യവസ്ഥ, ആ താമസ സൗകര്യങ്ങളില്ലായ്മ അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായിട്ട് 1,11,00,000 വീടുകൾ ഈ രാജ്യത്തെ നഗരങ്ങളിൽ കേന്ദ്ര സർക്കാർ പണിതിരിക്കുകയാണ്. ഇത് പ്രാദേശികമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം എല്ലാ വീടുകളിലും കുടിവെള്ളം, ആ കുടിവെള്ളം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുകയാണ്. വളരെ വിഷമമുണ്ട് പറയാൻ, കേരള സർക്കാരിന്റെ സമീപനം ഈ കാര്യങ്ങളോട് അനുകൂലമായിട്ടൊരു സമീപനമല്ല കേരള സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ NDAയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, അങ്ങനെ സർക്കാർ ഉണ്ടാകേണ്ടത് ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ട് മാറുന്നത്. Friends, let me share a